സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സംസ്ഥാന സെക്രട്ടറി ഉമർ ഫൈസി മുക്കം. സർക്കാരിന് RSSനൊപ്പം നിന്ന് തരം താഴേണ്ട അവസ്ഥ ഉണ്ടായെന്നാണ് വിമർശനം. വഖഫ് ബോർഡിൽ നിന്ന് KS ഹംസയെയും തന്നെയും പുറത്താക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്ന് ഉമർ ഫൈസി പറഞ്ഞു. വഖഫ് നിയമവും UDF കീഴടങ്ങലും എന്ന പേരിൽ മലപ്പുറത്ത് CPM സംഘടിപ്പിച്ച സെമിനാർ വേദിയിലായിരുന്നു ഉമർ ഫൈസി മുക്കത്തിന്റെ വിമർശനം. സ്വയം സഖാവ് എന്ന് വിശേഷിപ്പിച്ചായിരുന്നു ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രസംഗം. മതപരമായ മൂല്യങ്ങൾ എന്തായിരുന്നാലും ശരി, തകർന്നാലും തിരക്കടില്ല. ഹംസയും ഉമർ ഫൈസിയും മാറണം, ബോർഡ് മാറണം. ഷോൺ ജോർജിന്റെ കൂടെയുള്ള അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായാലും തിരക്കടില്ല. RSSന്റെ കൂടെ കൂടിയാലും തിരക്കടില്ല. എന്തായിരുന്നാലും തിരക്കടില്ല. വഖഫ് ബോർഡ് ഈ വഖഫ് ബോർഡ് പറ്റില്ല എന്ന വാദം നോക്കണം. രണ്ടാളെ വെക്കേണ്ടത് വഖഫ് ബോർഡിന്റെ കടമയല്ലല്ലോ, അത് സർക്കാരാണ് വെക്കേണ്ടത്. വെച്ച് പരിഹരിച്ചാൽ മതി എന്നുള്ളതിന് പകരം ഈ BJPന്റെ അല്ലെ RSSന്റെ വാദത്തോട് കൂടെ നിന്ന് നിങ്ങൾ തരം താഴേണ്ട ഒരു ഗതികേട് നിങ്ങൾക്ക് വരേണ്ടി വന്നല്ലോ. അത് വരരുതായിരുന്നല്ലോ, അത് വരാതെ നോക്കാമായിരുന്നല്ലോ എന്നൊക്കെ നമ്മൾ പറഞ്ഞു നോക്കി. മലപ്പുറത്ത് നിന്നും വിശദാംശങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്ത് ചേരുകയാണ്. ശാന്തകുമാർ, CPMുമായി അടുത്തു നിൽക്കുന്ന സംസ്ഥാന നേതാവാണ് ഉമർ ഫൈസി മുക്കം. ഈ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ഈ പരിപാടിയിൽ ഉമർ ഫൈസി മുക്കം ഈ സ്വയം സഖാവ് എന്ന രീതിയിൽ വിശേഷിപ്പിച്ചത് ഏത് പശ്ചാത്തലത്തിലായിരുന്നു? ഈ വഖഫ് വിഷയത്തിലടക്കം എന്താണ് സർക്കാരിനെതിരായിട്ടുള്ള നിലപാട്, വിമർശനങ്ങൾ എന്തായിരുന്നു? അതിരൂക്ഷ ഭാഷയിൽ തന്നെയാണ് ഉമർ ഫൈസി മുക്കം ഈ വഖഫ് വിഷയത്തിൽ UDF സർക്കാരിനെ വിമർശിച്ചത്. അദ്ദേഹം വഖഫ് ബോർഡിലെ ഒരു അംഗം കൂടിയാണ്. ആ വഖഫ് ബോർഡിലെ ഒരു അംഗം എന്ന രീതിയിൽ തന്നെ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ബോർഡ്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ബോർഡിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ തന്നെയാണ് സർക്കാരിനെ അതിരൂക്ഷ വിമർശനം നടത്തുന്നത്. അതായത് ഈ കഴിഞ്ഞ LDF സർക്കാരും UDF സർക്കാരും വഖഫിൻ്റെ നിയമനത്തിൽ ചെയ്ത ബോർഡ് നിയമനത്തിൽ ചെയ്ത കാര്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടും ഇല്ലെങ്കിൽ അവ താരതമ്യം ചെയ്തുകൊണ്ടായിരുന്നു ഉമർ ഫൈസി മുക്കം അഭിപ്രായങ്ങൾ പറഞ്ഞത്. അത് UDF സർക്കാർ എടുക്കുന്ന നിലപാടും കഴിഞ്ഞ LDF സർക്കാർ എടുക്കുന്ന നിലപാടും വിശദീകരിക്കുക കൂടിയായിരുന്നു അദ്ദേഹം ചെയ്തത്. കഴിഞ്ഞ LDF സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിയമപ്രകാരം രണ്ട് മുസ്ലിം അംഗങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചു. പക്ഷേ UDF സർക്കാർ ആ മുസ്ലിം അംഗങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള നിയമനം അത് ക്രമവിരുദ്ധമാണ് എന്ന് BJP തന്നെ കോടതിയിൽ പറയും ചില പരാതികൾ മുന്നോട്ട് പോകുമ്പോൾ അതിനൊപ്പം നിൽക്കുന്ന ഒരു നിലപാടിലേക്കാണ് UDF സർക്കാർ എത്തിയത് എന്നുള്ളതായിരുന്നു ഉമർ ഫൈസി മുക്കത്തിൻ്റെ കടുത്ത വിമർശനം. അതായത് UDFന് BJPക്ക് RSSനെ കീഴടങ്ങുന്ന രീതിയിലേക്ക് UDF സർക്കാർ മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതെന്ന് അദ്ദേഹം പറയുന്നു. മതപരമായ നിലപാടുകൾ തകർന്നടിഞ്ഞാലും കുഴപ്പമില്ല, ഈ അംഗങ്ങളായ KS ഹംസയും അതുപോലെ തന്നെ ഉമർ ഫൈസി മുക്കവും മാറിയാൽ മതി എന്നുള്ള ഒരു നിലപാടിലാണ് UDF സർക്കാർ ഉള്ളത്. അതാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ട് ഇരുന്നത് എന്നും അദ്ദേഹം അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ വിവരിക്കുകയുണ്ടായി. താൻ ഒരു സഖാവാണ്, സഖാവ് ഉമർ ഫൈസി മുക്കം എന്ന് അദ്ദേഹം സ്വയം പറഞ്ഞുകൊണ്ട്, അതായത് എന്നാണ് മറ്റുള്ളവർ തന്നെ വിശേഷിപ്പിക്കുന്നത് ആ രീതിയിലാണ് തന്നെയും ഹംസയും ഈ ബോർഡിൽ നിന്ന് തന്നെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത്. അവർക്ക് തങ്ങളെ രണ്ടുപേരെയും ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യമെന്നും മതപരമായ നിലപാടുകൾ തകർന്നാലും കുഴപ്പമില്ല എന്നുള്ള ഒരു രീതിയിലേക്കാണ് അവർ പോയത് എന്നുമായിരുന്നു ഉമർ ഫൈസി മുക്കത്തിൻ്റെ വിമർശനത്തിൽ പരിപൂർണമായും ഉണ്ടായിരുന്നത്. എന്തായാലും സമസ്തയുടെ ഒരു പ്രധാനപ്പെട്ട നേതൃത്വ പദവിയിൽ ഇരിക്കുന്ന ഒരാളാണ് ഉമർ ഫൈസി മുക്കം. ഒപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമായ സമീപനങ്ങൾ പലപ്പോഴും സമസ്തയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പറയുന്ന ഒരാൾ എന്ന ഒരാൾ കൂടിയാണ് ഉമർ ഫൈസി മുക്കം. അതുതന്നെയാണ് ഇപ്പോൾ ഈ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത CPM സംഘടിപ്പിച്ച ഒരു സെമിനാറിൽ, അത് വഖഫിനെ കുറിച്ച് സംഘടിപ്പിച്ച ഒരു സെമിനാറിലാണ് അതിരൂക്ഷ ഭാഷയിൽ തന്നെ ഉമർ ഫൈസി മുക്കം UDF സർക്കാരിനെ വിമർശിച്ചത്. അതിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് വഖഫ് ബോർഡിലെ അംഗമാണ് ഉമർ ഫൈസി മുക്കം എന്നുള്ളതാണ്. അദ്ദേഹം സമസ്തയുടെ ഒരു പ്രധാനപ്പെട്ട ഭാരവാഹി, ഒരു സ്ഥാനം വഹിക്കുന്ന ആളെ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അരുണ്യ.